നമസ്കാരം. കീറ്റുവിനിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നന്നായി പഠിച്ചിട്ടും PSC എക്സാമിൽ വിജയിക്കാൻ സാധിക്കാതെ പോയ ഉദ്യോഗാർത്ഥികൾക്ക് പറ്റിയിട്ടുള്ള കുറേ അബദ്ധങ്ങളും അതുപോലെ ആ അബദ്ധങ്ങളെല്ലാം ഒഴിവാക്കി ഇനി വരുന്ന പരീക്ഷകളിൽ ഒരു ജോലി നേടാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ പഠനത്തിൽ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയാൻ പോവാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് എക്സാം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിൽ വരാനും ജോലിയിൽ കയറാനും സാധിക്കും. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് ചില ആളുകൾക്കെങ്കിലും ഒരു തോന്നലുണ്ട്, ഏതെങ്കിലും ഒരു ഫേമസ് ആയിട്ടുള്ള കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോലി കിട്ടും എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല. നിങ്ങൾ എവിടെ പോയി പഠിച്ചാലും അല്ലെങ്കിൽ തന്നെത്താനെ പഠിച്ചാലും നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്കുള്ള റിസൾട്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ തന്നെ ചെയ്യണം. നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യാതെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വരാനൊന്നും പറ്റില്ല. ഏതെങ്കിലും കുറേ ഏരിയാസൊക്കെ കവർ ചെയ്ത് പ്രധാനപ്പെട്ടതെന്ന് ആൾക്കാർ യൂട്യൂബിലൊക്കെ പറയുന്നത് ഏതെങ്കിലും കുറച്ച് ഏരിയാസൊക്കെ കവർ ചെയ്തങ്ങ് പോയാൽ റാങ്ക് ലിസ്റ്റിൽ കയറാമെന്ന് ചിന്തിക്കുന്ന കുറേ പാവങ്ങളുണ്ട്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ സിലബസിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് കവർ ചെയ്ത് പോവാതെ നിങ്ങൾക്ക് ഒരിക്കലും നല്ല മാർക്ക് നേടാൻ സാധിക്കില്ല. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇഷ്ടം പോലെ യൂട്യൂബ് ചാനലുകൾ, ആപ്പുകൾ, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുള്ള കോച്ചിങ് സെൻറ്ററുകളൊക്കെ നൽകുന്ന കുറേ പഠന രീതികൾ, അതുപോലെ സ്റ്റഡി പ്ലാനുകളെല്ലാം ഉണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ ആശയക്കുഴപ്പത്തിലാവുന്നുണ്ട്. എന്നാൽ നിങ്ങളങ്ങനെ ആശയക്കുഴപ്പത്തിലാവാതെ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായതും ഫലപ്രദമായിട്ടുള്ളതുമായ ഒരു പഠന രീതിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. അതായത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ AI ഉപയോഗിച്ച് എങ്ങനെ ഒരു നല്ല ടൈം ടേബിൾ സെറ്റ് ചെയ്യാമെന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. അതുപോലെ ഒരു റിവിഷൻ പ്ലാനും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ എന്നിട്ട് ആ ഒരു പ്ലാനിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകണം. ഇനി ഒരു അവിയൽ പരുവത്തിലുള്ള സ്റ്റഡി അല്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ വാരി വലിച്ചിങ്ങനെ പഠിച്ച് കുറേ വാരി വലിച്ച് നോട്ട് എഴുതി പോയതുകൊണ്ട് ഒരു കാര്യമില്ല. എന്ത് ചെയ്യണം? നിങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്യണം. അതായത് ഹാർഡ് വർക്കോടുകൂടിയുള്ള സ്മാർട്ട് വർക്കിനാണ് എപ്പോഴും വിജയം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സിലബസ് പൂർണ്ണമാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സിലബസിൽ ചില ഭാഗങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതായിരിക്കും, ചിലപ്പം എളുപ്പമുള്ളതായിരിക്കും. നിങ്ങൾ വിചാരിക്കും ബുദ്ധിമുട്ടുള്ള പാർട്ട് അങ്ങ് സ്കിപ്പ് ചെയ്ത് പോകാം, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒന്ന് ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗം എല്ലാം അങ്ങ് അറ്റൻഡ് ചെയ്താലും എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നവരുണ്ടാവും. എന്നാൽ അങ്ങനെയൊന്നുമല്ല. സിലബസിൽ ചിലപ്പോൾ നിങ്ങൾ വിട്ടുകളയുന്ന ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതുണ്ടാവുക. പരീക്ഷ ചിലപ്പോൾ ഈസി ആവാം, ബുദ്ധിമുട്ടുള്ളതാവാം. അപ്പോൾ ഈസി ക്വസ്റ്റ്യൻ വരുന്നത് ആ ഭാഗത്ത് നിന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് നഷ്ടപ്പെടാൻ ഒരു കാരണം അതാവും. നിങ്ങളത് നോക്കാതെ പോകുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സിലബസിലെ എല്ലാ ഭാഗവും കൃത്യമായി പഠിച്ചു തീർക്കാൻ തന്നെ ശ്രമിക്കണം. ഒരുപാട് തവണ റിവിഷൻ ചെയ്ത് തീർക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിൽ ഓർമ്മയിലിരിക്കൂ. ആദ്യം ഓരോ ടോപ്പിക്കിൻ്റെയും ബേസിക് കാര്യങ്ങൾ പഠിച്ചു പോകണം. ബേസിക് കാര്യങ്ങൾ എങ്ങനെയാണ് പഠിക്കുക? അതിന് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സ്കൂൾ ടെക്സ്റ്റ് ബുക്സ് ആണ്. അതായത് SCERT, NCERT ടെക്സ്റ്റ് ബുക്കുകൾ തന്നെ പഠിച്ച് തീർക്കണം. അതുപോലെ PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളെല്ലാം പക്കയായിട്ട് പഠിച്ചു തീർക്കണം. അതിനുശേഷം മാത്രം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബുക്സിലേക്ക് പോവുക. ഈ ബേസ് ഉറപ്പിക്കാണ്ട് ഒരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബേസ് നല്ല സ്ട്രോങ് ആയിരിക്കണമല്ലോ, അല്ലെങ്കിൽ ബിൽഡിംഗ് നിലനിൽപ്പില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ പഠിച്ചു പോകുന്ന കാര്യങ്ങളുടെയും ഒരവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ബേസ് ആദ്യം ഉറപ്പിച്ചെടുക്കുക. അതിന് SCERT, NCERT ടെക്സ്റ്റ് ബുക്സ് തന്നെ ഉപയോഗിക്കുക. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ള റിവിഷൻ, കൺസിസ്റ്റൻ്റ് ആയിട്ട് റിവിഷൻ ചെയ്യണം. അതായത് മറവി ഓവർകം ചെയ്യാൻ വേറെ ഒരു വഴിയില്ല കേട്ടോ. മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ് മറവി. PSC പോലെയുള്ള എക്സാംസിനൊക്കെ ഇത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. നിങ്ങളിൽ പലർക്കും അത് അനുഭവപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. മറവി കാരണം റാങ്ക് ലിസ്റ്റിൽ കയറാത്തവരായിരിക്കുമല്ലോ നിങ്ങൾ. അതുകൊണ്ട് തന്നെ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം? സ്ഥിരമായിട്ട് റിവിഷൻ ചെയ്തേ മതിയാവുള്ളൂ. നിങ്ങൾ റിവിഷൻ ചെയ്യാതെ പോയതുകൊണ്ടാണ് നിങ്ങളതൊക്കെ മറന്നു പോയിട്ടുണ്ടാവുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ തീർച്ചയായിട്ടും റിവിഷൻ നല്ലപോലെ സമയം മാറ്റി വയ്ക്കണം. ഓരോ ആഴ്ചയിലും റിവിഷന് വേണ്ടി സമയം മാറ്റി വെച്ചിട്ട് പഠിച്ച കാര്യങ്ങൾ ആവർത്തിച്ച് തലയിൽ അത് ഉറപ്പിക്കണം. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിവിഷൻ മാത്രമേ എക്സാം ഹാളിൽ ഉത്തരം ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇതുവരെ എഴുതിയിട്ടുള്ള എക്സാംസിനൊക്കെ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ടെൻഷൻ കൊണ്ടോ എന്തോ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ പോയി കറപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ലാസ്റ്റ് കിട്ടുന്ന സമയം കുറേ ബാക്കി വന്നപ്പോൾ പിന്നെയും ഒന്നുകൂടി ഓടിച്ച് നോക്കി കറപ്പിച്ച് വെച്ച് പോയവരൊക്കെ ഒരുപാടുണ്ടാവും. അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് നെഗറ്റീവ് മാർക്സ് വന്നു പോയതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ റാങ്ക് ലിസ്റ്റിൽ വരാതിരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ പിന്നിലായി പോയിട്ടുള്ളതോ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക?
ചെയ്യരുത്? ഈ നെഗറ്റീവ് മാർക്ക് വരുന്നത് പരമാവധി നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങൾ ഒരുവിധം എല്ലാം കറപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അത് എണ്ണി നോക്കുക, എത്ര കിട്ടിയിട്ടുണ്ടെന്നൊക്കെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഏകദേശം കഴിഞ്ഞ ഒരു എക്സാമിന് വന്നിട്ടുള്ള കട്ട് ഓഫ് എത്രയായിരുന്നു ഇതേ സെയിം പോസ്റ്റിലേക്ക് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഏകദേശം അതോ അതിനേക്കാൾ ഒരു 10 മാർക്കൊക്കെ അധികം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സമയമാണെങ്കിൽ പിന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകരുത്. വെറുതെ കറക്കി കുത്തിയിട്ട് നെഗറ്റീവ് മാർക്കൊക്കെ നേടി റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സാഹചര്യം നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ ഒരു മാർക്കിൻ്റെ വ്യത്യാസത്തിന് പോലും നിയമനത്തിനെ അത് കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. അതിനാൽ ശരിയുത്തരം എന്ന് പൂർണ്ണ ബോധ്യമായിട്ടുള്ളത് മാത്രം മാർക്ക് ചെയ്ത് പരീക്ഷ എഴുതുക. നിങ്ങളിൽ എത്ര പേരിങ്ങനെ കറക്കി കുത്തിയത് കൊണ്ട് മാത്രം നിങ്ങൾ ഒരുപാട് മാർക്ക് പോയിട്ടുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ഈ നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഞാനങ്ങ് റാങ്ക് ലിസ്റ്റിൽ കയറിപ്പോയേനെ എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ? അങ്ങനെ വല്ലവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൊന്ന് എഴുതിക്കോളൂ കേട്ടോ. ഇനി ആ ഒരു തെറ്റ് തിരുത്തിയിട്ട് മുന്നോട്ടേക്ക് പോവുക. മുൻവർഷ ചോദ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. മുൻവർഷ ചോദ്യങ്ങളുടെ കാലം കഴിഞ്ഞു എന്നൊക്കെയാണ് പലരുടെയും ചിന്ത. ഇതൊക്കെ ഒരു പ്രാവശ്യം ചോദിച്ചതല്ലേ, ഇനിയിപ്പോൾ ഇതൊക്കെ ആരാ ചോദിക്കാൻ പോകുന്നത്? അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് തെറ്റാണ്. PSC ഇപ്പോഴും PYQസും അതുമായി ബന്ധപ്പെട്ടുള്ള പോയിൻറ്സും ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. വലിയ ശതമാനം ചോദ്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. പരീക്ഷയ്ക്ക് പോകുന്നതിൻ്റെ മുന്നേ PSC ഔദ്യോഗികമായി ഇറക്കുന്ന സ്പെഷ്യൽ എഡിഷൻ പോലെയുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചിട്ട് എല്ലാ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. പിന്നെ 10th ലെവൽ പരീക്ഷയാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 12th ക്ലാസ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷകളിലെ ചോദ്യങ്ങളൊക്കെ കൂടി ഒന്ന് എടുത്ത് പരിശീലിച്ച് നോക്കണം. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഈ കാര്യങ്ങൾ അത്രയും നിങ്ങൾ പഠനത്തിൽ ശ്രദ്ധിക്കുക. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത ഒരു പരീക്ഷയിൽ വിജയിക്കാനുള്ള സാധ്യത ഉറപ്പാണ്. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്